ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.1-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം, എന്നാലാണ് പ്രോബ്ലം ചെയ്യണത് മനസ്സിലാവുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. AD and BC are equal perpendiculars to a line segment AB. Show that CD bisects AB. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AD and BC. AD എന്ന് പറയുന്ന ലൈനും BC എന്ന് പറയുന്ന ലൈനും ഈ AB എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഇനി അത് രണ്ടും ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനും ഈക്വലാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CD ബൈസെക്ട്സ് AB. ഈ CD എന്ന് പറയുന്ന ലൈൻ ഈ AB എന്ന് പറയുന്ന ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇത് AB എന്നുള്ള ലൈനാണെങ്കിൽ നമ്മൾ CD എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ AB എന്ന് പറയുന്ന ലൈനിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഈക്വലായി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഈക്വലായിരിക്കണം. OB ഈക്വൽ ടു OA എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ CD എന്ന് പറയുന്നത് ABനെ ബൈസെക്റ്റ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതാം. ടു പ്രൂവ് CD ബൈസെക്ട്സ് AB പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് OB ഈക്വൽ ടു OA എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ OAD എന്ന് പറയുന്ന ട്രയാങ്കിളും OBC എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ OAD ആൻഡ് OBC നമുക്ക് ഈ AD എന്ന് പറയുന്ന ലൈനും അതേപോലെ BC എന്ന് പറയുന്ന ലൈനും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. AD ഈക്വൽ ടു BC ബ്രാക്കറ്റിൽ ഗിവൺ ആണെന്ന് എഴുതാം. ഇനി അതേപോലെ ഈ ആംഗിളും 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ആംഗിൾ OAD ഈക്വൽ ടു ആംഗിൾ OBC ഈക്വൽ ടു 90 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിൾസ് അതിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ഓപ്പോസിറ്റുള്ള ഈ സെറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൽ ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ BOC ആംഗിൾ BOC എന്ന് പറയുന്ന ഈ ആംഗിളും അതേപോലെ ആംഗിൾ AOD ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ കാരണം. ഈ രണ്ട് ട്രയാങ്കിളിലും ഒരാംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് സെയിമാണ്, ഒരാംഗിൾ സെയിമാണ്. അതേപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും സെയിമാണ്, അടുത്ത ആംഗിളും സെയിമാണ്. അതേപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു സൈഡും ഈക്വലാണ്. അപ്പോൾ AAS കോൺഗ്രൻറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പറയാം. നമുക്ക് എഴുതാം. ട്രയാങ്കിൾ OAD കോൺഗ്രൻറ്റ്. രണ്ടാമത്തെ ട്രയാങ്കിൾ എഴുതുമ്പോൾ ഈ ട്രയാങ്കിൾ എഴുതിയ അതേ ഓർഡറിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ എഴുതണം. അപ്പോൾ OAD ഈ ഒരു പാറ്റേണിലാണ് എഴുതിയേക്കുന്നത്. ഫസ്റ്റത്തെ ഈ ഒരു പാർട്ടിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയില്ല, പിന്നെ 90 ഡിഗ്രി, പിന്നെ സിംഗിൾ ഡാഷ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ട്രയാങ്കിൾ എഴുതിയേക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ എഴുതണം. ഫസ്റ്റത്തെ ഈ ഒരു അറിയാത്ത പാർട്ട്, പിന്നെ 90 ഡിഗ്രി, പിന്നെ സിംഗിൾ ഡാഷ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം എഴുതാൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക OBC. അതേ ഓർഡറിൽ തന്നെ എഴുതണം സെക്കൻഡ് ട്രയാങ്കിൾ OBC. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ AAS ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇത് കോൺഗ്രൻ്റ് ആയതെന്ന് എഴുതാം.
രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആയി കഴിഞ്ഞാൽ അവയുടെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിലെ ഈ ഒ എ എന്ന് പറയുന്ന സൈഡും സെക്കൻഡ് ട്രയാങ്കിളിലെ ഈ ഒ ബി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് എഴുതിയേക്കുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഒ എ ഈക്വൽ ടു ഒ ബി. കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അത് ബ്രാക്കറ്റിൽ എഴുതി. ഇനി ഒ എയും ഒ ബിയും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഡി ബൈസെക്ട് എ ബി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കതിവിടെ എഴുതാം സി ഡി ബൈസെക്ട് എ ബി. കാരണം ഒ ബി ഈക്വൽ ടു ഒ എ. അപ്പോൾ നമ്മൾ സി ഡി ബൈസെക്ട്സ് എ ബി എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.